തരിക? ആരുടെ പേനാന്ന് പറഞ്ഞാലേ തരത്തുള്ളൂ. മര്യാദക്ക് പാറു കൈ ഇടനെ ഞാൻ പറഞ്ഞേട്ടാ. എന്തോന്ന് ബഹളം ഇത്? അന്നത് മനസ്സമാനത്തോടെ ഇരിക്കാൻ സമ്മതിക്കൂലേ? ഇയാൾക്ക് അത്രയും മനസ്സമാനം പോവാണെങ്കിലേ ചെവിക്കത്ത് വല്ല ഹെഡ്ഫോൺസും കുത്തിക്കയറ്റിരിക്കും. അത് തന്നെ, മാവിൻചോട്ടിൽ പോയിരിക്കും. പിള്ളേരാകുമ്പോ ബേളൊക്കെ ഉണ്ടാവും. ഇതിപ്പം കൊള്ളാം. ചേച്ചി അനിയത്തി ഒറ്റക്കെട്ട്, നമ്മള് പുറത്ത്. ഇതെന്തുവാ ഇത്? ഒന്നും മിണ്ടണ്ടാന്ന് വിചാരിച്ചിരിക്കുമ്പോ എന്റെ ഗൗരി എന്തിനാ ഈ പിള്ളേരോട് ഇങ്ങനെ വഴക്കിടാൻ പോന്നേ? അത് തന്നെ, അമ്മയുടെ ശബ്ദം എവിടം വരെ കേൾക്കുമെന്നറിയോ? പാറുവിനെന്ത്? അവള് പറഞ്ഞ കാര്യമല്ലേ? ഈ വീട്ടിൽ എന്തൊരു കാര്യം ഉണ്ടെങ്കിലും വലുതാണെങ്കിലും ചെറുതാണെങ്കിലും എന്തിന് സ്വകാര്യാണെങ്കിൽ പോലും പഞ്ചായത്ത് മുഴുവൻ കൂവി വിളിച്ച് അറിയിച്ചില്ലെങ്കിൽ അമ്മായിക്ക് വലിയ സ്വൈരിക്കാണ്. ഞാനും ചേച്ചിയും ചെറിയൊരു പേനാ പ്രശ്നമാണ് സംസാരിച്ചോണ്ടിരുന്നത്. അതിന് അമ്മായി വന്ന് വലിയൊരു പ്രശ്നം. கௌரி, சிவா, பாரு, இங்க என்ன பிரச்சனை நடக்குது? எதுவா இருந்தாலும் நமக்கு சமாதானமா பேசலாம். ഈ പരിസരത്ത് എന്ത് സൗണ്ട് കേട്ടാലും ഓടി വരും കനകേച്ചി. അതെങ്ങനെ? ദേഹം മാത്രല്ലേ അവിടെ ഉള്ളൂ, കണ്ണും മൂക്കും ചെവിയൊക്കെ ഇവിടെയാണ്. ഇപ്പൊ അടുപ്പേരിക്കുന്ന കരഞ്ഞിട്ടുണ്ടാവും. അത് കറക്റ്റ് ആണ്. പണ്ട് ഈ കനകേച്ചി വെക്കണ സാധനങ്ങളൊക്കെ കഴിക്കാനേ നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇപ്പൊ ആർക്കോ വേണ്ടി ഉണ്ടാക്കി വെക്കും. ஐயோ மதுரை மீனாட்சி அம்மா, இவங்க என்னெல்லாம் சொல்றாங்க பாருங்க. கிச்சன்ல இருந்து என்ன பிரச்சனைன்னு தெரியறதுக்கு வந்த என்ன சொல்றது பாருங்க. தெய்வமே கடவுளே. കനകം വായടച്ചൊന്നും മിണ്ടായിരുന്നേ. നീ എന്തിനാ ഞങ്ങളെ ശപിക്കുന്നത്? ശപിക്കരുതാ? ഒരു തെറ്റും ചെയ്യാതെ നിന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞതിന് കണക്കിന് കൊടുത്തേക്കണേ ദൈവമേ എന്നല്ലേ നീ ഇപ്പൊ പറയാൻ വന്നത്? ഇങ്ങനെ തന്നെ ശപിക്കണം, ഇങ്ങനെ ശപിക്കും. ஐயோ கடவுளே, என்னெல்லாம் சொல்றாங்க. ஒரு தப்பும் பண்ணாத என்னையா இப்படி எல்லாம் சொல்றீங்க கடவுளே. കനകം നീ നിന്റെ ജോലി നോക്കി പോയേ. ചുമ്മാ അതൊന്നും പറഞ്ഞോണ്ടിരിക്കാതെ. എല്ലാവരും നിർത്തിക്കേ. എന്തുവാ ഇത്? വിട്ട ഇങ്ങോട്ടെ. ഇത് കാരണല്ലേ പ്രശ്നം മുഴുവൻ തുടങ്ങിയത്? നീ പേന തട്ടിപ്പറിച്ചിട്ടേ എന്തുവാ ചോദിച്ചേ? ഇതാരുടെ പേനാന്ന്. ഇതാരുടെ പേന? ഇതാരുടെ പേന അതന്നെയല്ലേ ഞാനും അങ്ങോട്ട് ചോദിച്ചേ. എന്നാ കേട്ടോ, ഇതെന്റെ പേന. തീർന്നാ? ആദ്യമേ ഇങ്ങനെ പറഞ്ഞുകൂടായിരുന്നോ? എന്ത്? ഇത് ചേച്ചിയുടെ പേനയാന്ന്. എന്തിന്? എന്റെ 2 പേന കാണാനില്ല, അത് ഞാൻ പോയി നോക്കട്ടെ. അല്ല ശിവ, എന്തിനാണ് ഇവിടെ ഇത്രയും സംസാരം ഇപ്പൊ നടന്നത്?